ഹായ് ഓൾ. നമ്മളിന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗത്തിലെ മൗലിക അവകാശങ്ങൾ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മൗലിക അവകാശങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ഭാഗങ്ങളിലാണ്. അപ്പോൾ നമുക്ക് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ, അതാണ് ഒന്നാമത്തെ മൗലിക അവകാശം, അതായത് സമത്വത്തിനുള്ള അവകാശം. പിന്നീട് വരുന്നത് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ, അത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 23 മുതൽ 24 വരെ ചൂഷണത്തിനെതിരായ അവകാശം. 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 29 മുതൽ 30 വരെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. അപ്പോൾ നമുക്ക് സമത്വത്തിനുള്ള അവകാശം, അതായത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ളത് നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ അനുച്ഛേദം 14, അതായത് ആർട്ടിക്കിൾ 14 എന്താണ് പരാമർശിച്ചിരിക്കുന്നത്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകണമെന്നും അനുശാസിക്കുന്നു. എന്താണ്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമപരിരക്ഷ നൽകണമെന്നും അനുശാസിക്കുന്നു. അതിൽ പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ അനുച്ഛേദം 361 പ്രകാരം പദവിയിലിരിക്കുന്ന രാഷ്ട്രപതി, സംസ്ഥാന ഗവർണർമാർ എന്നിവർക്കെതിരെ യാതൊരുവിധ ക്രിമിനൽ നിയമ നടപടികൾ എടുക്കാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ സാധിക്കില്ല എന്നൊരു പ്രത്യേകതയും കൂടെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ചൊരു ചോദ്യമാണ്, ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിൻ്റെ മുൻപിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ നിന്ന് ഇളവ് ലഭിക്കുന്ന പദവി ഏതാണ്? രാഷ്ട്രപതി. അപ്പം നമ്മൾ നേരത്തെ കണ്ടതുപോലെ അനുച്ഛേദം 361 പ്രകാരം രാഷ്ട്രപതി, സംസ്ഥാന ഗവർണർമാർ എന്നിവർക്കെതിരെ യാതൊരുവിധ ക്രിമിനൽ നിയമ നടപടികൾ എടുക്കാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ സാധിക്കില്ല. അപ്പോൾ അവർക്ക് ഇളവുണ്ടെന്നാണ് പറയുന്നത്. ഇനി അടുത്തത് അനുച്ഛേദം 15. ഏതാണ്? മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്നാണ് അനുശാസിക്കുന്നത്. എന്നിരുന്നാലും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകാവുന്നതാണ്. എന്താണ് പറയുന്നത്? മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്നാണ് അനുശാസിക്കുന്നത്. എന്നിരുന്നാലും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകാവുന്നതുമാണ്. സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 15. ഇനി അടുത്തത് നമുക്ക് അനുച്ഛേദം 16 നോക്കാം. എന്താണ്? പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പുവരുത്തുന്നു, അല്ലേ? അതായത് അവസര സമത്വം ഉറപ്പിക്കുന്നതിനായി ഒരു കമ്മീഷനെ നിയമിക്കാമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സച്ചാർ കമ്മിറ്റി. അപ്പോൾ അനുച്ഛേദം 16 പറയുന്നത് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്നു. ഓക്കെ. അടുത്ത അനുച്ഛേദം 17 എന്താണ്? തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്നു. അതായത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി എന്ന് കേട്ടിട്ടില്ലേ? അത് മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പാണ് അനുച്ഛേദം 17. മറന്നു പോകരുതേ, അനുച്ഛേദം 17. അടുത്തത് അയിത്താചരണവുമായി, അതായത് അൺടച്ചബിലിറ്റി ആയി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് ഏത് നിയമം അനുസരിച്ചാണ്? സിവിൽ അവകാശ സംരക്ഷണ നിയമം, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്സ് 1955. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് അനുച്ഛേദം 18 എന്താണ്? പദവി നാമങ്ങൾ നിർത്തലാക്കുന്നു. അതായത് സൈനികവും അക്കാദമിക് ഒഴികെയുള്ള സർ എന്നൊക്കെ നമ്മൾ വിളിക്കുമല്ലോ, അങ്ങനെയുള്ള പദവി നാമങ്ങൾ നിർത്തലാക്കുന്നതാണ് അനുച്ഛേദം 18 പറയുന്നത്. ഓക്കെ. അപ്പം ഇത്രയാണ് നമ്മൾ മൗലിക അവകാശങ്ങളിലെ സമത്വത്തിനുള്ള അവകാശം, അതായത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ ഉള്ള ആർട്ടിക്കിൾസിൽ നമ്മൾ കണ്ടത്. നമുക്കൊന്നുകൂടെ കാണാം. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ, അതായത് അതിലെ 14ാമത്തെ അനുച്ഛേദം എന്ന് പറയുന്നത് നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകണമെന്നും അനുശാസിക്കുന്നു. ആർട്ടിക്കിൾ 15 എന്താണ് പറയുന്നത്? മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്നു. എന്നിരുന്നാലും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകാവുന്നതാണ്. ഓക്കെ.
സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 15. അടുത്തത് അനുച്ഛേദം 16. എന്താണ്? പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പ് നൽകുന്നു. ഓക്കെ, അതിന് അവസര സമത്വം ഉറപ്പിക്കുന്നതിനായി ഒരു കമ്മീഷനെ നിയമിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സച്ചാർ കമ്മിറ്റി. ഓക്കെ, അടുത്തത് അനുച്ഛേദം 17 എന്താണ്? തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്നത്. എന്താണ്? മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ്, അതാണ് അനുച്ഛേദം 17, അതായത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. അടുത്തത് ആർട്ടിക്കിൾ 18 എന്താണ്? പദവി നാമങ്ങൾ നിർത്തലാക്കുന്നു. സൈനികവും അക്കാദമികവും ഒഴികെയുള്ള എല്ലാ പദവി നാമങ്ങളും നിർത്തലാക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ സമത്വത്തിന്, റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് പറയുന്ന ആർട്ടിക്കിൾ 14 മുതൽ 18 വരുന്ന ഓരോ ആർട്ടിക്കിളായിട്ട് നമ്മളെടുത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് നന്നായി പഠിച്ച് റിവിഷൻ ചെയ്ത് എല്ലാം ഓർത്തിരിക്കുക. കേരള PSC ഡിഗ്രി തല പരീക്ഷകൾ, +2, 10th ലെവൽ എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തിൽ നമുക്ക് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അതായത് 19 to 22 ആർട്ടിക്കിൾ, അത് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ അതുവരെ കാത്തിരിക്കുക. എല്ലാവരും ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ.